പി.കെ. ശശി അനുകൂല വിഭാഗം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പി.കെ. ശശി ഇങ്ങനെയൊക്കെ ആളുകൾ മത്സരിക്കുന്നുണ്ടോ എന്ന് പി.കെ. ശശി മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് മത്സരിക്കുന്നുണ്ടേ എന്നുള്ള കാര്യം അറിഞ്ഞത്. മത്സരിക്കുന്നവരോട് ചോദിക്കാനുള്ള അധികാരപ്പെട്ട ആൾ താനല്ല, അത് ചോദിക്കേണ്ട മഹാന്മാരായ ആളുകൾ ചോദിക്കട്ടെ എന്നും പി.കെ. ശശി പറഞ്ഞു. ആളുകൾ മത്സരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോഴല്ലേ ഞാൻ ഈ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഇതെല്ലാം കൂട്ടിക്കെട്ടി നിങ്ങൾ എൻ്റെ പേരിൽ ഇങ്ങനെ ദിവസേന ചാനലിലും ഈ പത്രങ്ങളിലും വരുന്ന പി.കെ. ശശീൻ്റെ ആളുകൾ ഇത്രയാൾ മത്സരിക്കുന്നു, ഇടത്തനാട്ടുകാർ ഒരാൾ മത്സരിക്കുന്നു. നിങ്ങൾ പന്തി പറഞ്ഞ ഇടത്തനാട്ടുകാരെ മത്സരിക്കുന്നുണ്ട്. ആർക്ക്? അതിൻ്റെ ഒന്നും ബാധ്യത എനിക്കില്ലപ്പാ. അവരോടൊന്നും നിങ്ങൾ എന്തിനാണ് നോമിനേഷൻ കൊടുത്തത് എന്നൊന്നും ചോദിക്കേണ്ട ബാധ്യത എനിക്കില്ല. അതിൻ്റെ ഒന്നും അധികാരപ്പെട്ട ആൾ ഞാനല്ല. അതെല്ലാം അധികാരപ്പെട്ട മഹാന്മാരായ ആളുകൾ അവർ ചെയ്യട്ടെ, അവർ നിർവഹിക്കട്ടെ. അജിത് ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലും പരോക്ഷമായിട്ട് ഇതെല്ലാം അറിയാമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ആണ് അത്. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്? സ്വാതി, അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് താൻ ഒന്നും അറിഞ്ഞില്ല, മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നതെന്ന് പി.കെ. ശശി പറയുമ്പോൾ ആ ട്യൂൺ തന്നെ അത് തനിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മാത്രമല്ല, ഈ മഹാൻ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് പശ്ചാത്തലത്തിൽ അനുസരിച്ചാണല്ലോ വാക്കുകളുടെ അർത്ഥവും മാറുക. അതായത് ഇതൊന്നും ചോദിക്കേണ്ട ആളുകൾ താനല്ല, താൻ മഹാനല്ല, ചോദിക്കേണ്ട മഹാന്മാരായ ആളുകൾ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ആ മഹാനായി വാക്കോട് ഉപയോഗിക്കുന്നത് പി.കെ. ശശിയുടെ സ്വഭാവവും പി.കെ. ശശി ഭാഷ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാകും. അത് കഴിഞ്ഞ കാലത്ത് സ്പിരിറ്റ് എന്ന വാക്ക് ഉപയോഗിച്ച് വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടായതാണ്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി രൂക്ഷമായ ഭാഷയിൽ പി.കെ. ശശിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മഹാൻ പരാമർശവും കൂടി ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തിയതിന് ഇറങ്ങിയതിന് ശേഷമാണ് പി.കെ. ശശിയുടെ പരാമർശം. മണ്ണാർക്കാട് നഗരസഭയിൽ 10 സീറ്റുകളിലാണ് ജനകീയ മതേതര മുന്നണിയായി പി.കെ. ശശി അനുകൂല വിഭാഗം മത്സരിക്കുന്നത്. ഇത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ണാർക്കാട് നഗരസഭ പിടിക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾക്ക് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ഈ ജനകീയ മതേതര മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ തങ്ങളെ ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് CPM പറയുന്നത്. ഒരു ചെറിയ ചലനം പോലും ഇത്തരത്തിൽ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, തങ്ങളുടെ വോട്ടുകളൊന്നും നഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. അതിന് പിന്നാലെ പി.കെ. ശശിയോട് നിരന്തരം മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കേട്ടത്. താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പി.കെ. ശശി പറഞ്ഞു വെക്കുന്നത്. ശരി അജിത്.